ഇപ്പോൾ വരുന്ന ബിഗ് ബ്രേക്കിംഗ്. റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ കഞ്ചാവ് പിടികൂടി. തൃപ്പൂണിത്തുറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചത്. എസ് ശരൺ നമുക്കൊപ്പം. എസ് ശരൺ, അടുത്തയാൾ കൂടി വരികയാണ് ഈ കഞ്ചാവ് ഇടപാടുമായി ബന്ധപ്പെട്ട്. റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് എത്ര മാത്രം കഞ്ചാവാണ് കിട്ടിയത്? പരിശോധനകൾ എങ്ങനെയായിരുന്നു? എസ് ശരൺ. സുജയ, ഇന്ന് രാവിലെയാണ് പരിശോധനകൾ നടന്നിരിക്കുന്നത്. തൃപ്പൂണിത്തുറ പോലീസാണ് പരിശോധന നടത്തിയിരിക്കുന്നത്. റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. അത് 5 ഗ്രാം കഞ്ചാവ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണം കേട്ടിരുന്നതാണ്. അതിൽ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സിനിമാ സങ്കേതങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളിലേക്ക് പോലീസ് നീങ്ങുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ 5 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ നമ്മൾ കണ്ടിരുന്നതാണ്, എക്സൈസ് 2 പ്രമുഖ സംവിധായകരെ അറസ്റ്റ് ചെയ്തിരുന്നത് കണ്ടിരുന്നതാണ്. അത് തന്നെ സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നത്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തുന്നു. 2 പ്രമുഖ സംവിധായകർ അറസ്റ്റിലാകുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസം പോലീസ് ഇപ്പോൾ എസ് ശരൺ, റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. വേടൻ ഉണ്ടായിരുന്നോ അവിടെ? സുജയ, വ്യക്തത വരേണ്ടതുണ്ട്. വേടൻ എന്നുള്ള കാര്യത്തിൽ അടക്കം വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് ഇത്തരത്തിൽ കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ പരിശോധനകൾ നടന്നു. അങ്ങനെ കഞ്ചാവ് പിടിച്ചെടുത്തു. അത് 5 ഗ്രാം കഞ്ചാവ് ആണെന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി റാപ്പർ വേടൻ അവിടെയുണ്ടോ, കസ്റ്റഡിയിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. സുജയ, ഒരു കാര്യം ശരൺ, പരിപാടികളിലൊക്കെ ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ വേടൻ പറഞ്ഞത് വൈറലായിട്ട് അധിക കാലമായില്ല. ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത്, അത് ചെകുത്താനാണ്, മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ തൃശ്ശൂരിൽ നടന്ന ഒരു പരിപാടിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് വേടൻ പറഞ്ഞത്. ആരും ലഹരിക്ക് അടിമപ്പെടരുത്, ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഇത് പറയുന്നത് എന്നൊക്കെ വേടൻ പറയുന്നുണ്ട്. അങ്ങനെ ഉപദേശിക്കലും ഒപ്പം സ്വന്തം വീട്ടിൽ കഞ്ചാവും, ഇത് ഒത്തുപോകുന്നില്ലല്ലോ ശരൺ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നതാണ്. ആ പ്രതികരണത്തിന് ശേഷം ഇപ്പോൾ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് തന്നെ കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ രാവിലെ തന്നെ പറഞ്ഞിരുന്നതാണ്, കൊച്ചി സിറ്റി പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഊർജിതമാക്കുകയാണെന്നുള്ളത് പറഞ്ഞിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി തന്നെ എക്സൈസ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഇങ്ങനെ സിനിമാ താരങ്ങളെയും ഒപ്പം തന്നെ മറ്റ് സംവിധായകരെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അല്ലെങ്കിൽ അവരെല്ലാം തന്നെ ഈ എക്സൈസിന്റെ പോലീസിന്റെ ഒക്കെ തന്നെ നിരീക്ഷണത്തിലായിരുന്നതാണ്, റഡാറിലായിരുന്നതാണ്. അങ്ങനെ ഈ വേടനും നിരീക്ഷണത്തിൽ റഡാറിലായിരുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ. റാപ്പർ വേടനും നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും 5 ഗ്രാം കഞ്ചാവാണ് അവിടെ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് തൃപ്പൂണിത്തുറ പോലീസാണ് 5 ഗ്രാം കഞ്ചാവ് അവിടെ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ